ഇത് കണ്ടോ, നമ്മുടെ മീനാണ്. പാവ മീനിൻ്റെ ഒരു അവസ്ഥ. ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫിഷിംഗ് വീഡിയോ എന്ന് വെച്ചാൽ ഒത്തിരി വലിയ ഫിഷിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഒരു ചെറിയൊരു ഫിഷിംഗ് വീഡിയോ ആണ്. എൻ്റെ അടുത്തുള്ള ചെറിയൊരു തോട്ടിൽ പോയി മീൻ പിടിക്കുന്ന ഒരു ചെറിയൊരു ഫിഷിംഗ് വീഡിയോ ആണ്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരേ ഒരു കാര്യം കൂടി പറയാറുണ്ട്. ആ തമ്പനയിൽ കണ്ട പോലെ യാതൊരു അർത്ഥവുമില്ല ഈ വീഡിയോയ്ക്ക്. അത്രയും വലിയ മീനൊന്നും ഈ തോട്ടിലും കൂടിയില്ല. അത്രയും വലിയ മീൻ ഞാൻ എന്നായിരുന്നു ഈ തോട്ടിൽ കണ്ടിട്ടും കൂടിയില്ല കേട്ടോ. ഞാൻ അത്ര ആപ്പാടെ വല്ല ചെറിയൊരു മീനും അത്രയ്ക്ക് 100 ഗ്രാം അത്രയ്ക്ക് തൂക്കമുള്ള ചെറിയ വല്ല മീനായിരിക്കും. അത്രയും പോലും കാണുമെന്ന് എനിക്കറിയില്ല. ചെറിയൊരു മീനാണ് പിടിക്കാൻ പോകുന്നത്. തമ്പനയിൽ കണ്ട പോലെ യാതൊരു അർത്ഥമില്ല വീഡിയോയ്ക്ക്. പിന്നെ എന്താ ഇങ്ങനത്തെ ഒരു ഫിഷിംഗ് വീഡിയോ എടുക്കാൻ തന്നെ കാരണം 2 മാസം മുമ്പ് അതെ ഈ കാണുന്നൊരു സബ്സ്ക്രൈബർ എന്തായിരുന്നു കമൻറ്റ് ഇട്ടായിരുന്നു, ബ്രോ ഫിഷിംഗ് വീഡിയോ ചെയ്യാമോ, ലോങ് വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ബ്രോ പറഞ്ഞുകൊണ്ട് മാത്രം 2 മാസം കഴിഞ്ഞാണ് ഞാൻ ആ ഒരു കമൻറ്റ് കാണുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ വേറൊരു കമൻറ്റും കൂടി നിങ്ങളെ കാണിച്ചു തരും. അനന്തു എന്ന് എന്തായിരുന്നു ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു, ബ്രോ അടുത്ത ഒരു വീഡിയോയിൽ അനന്തു എന്ന് പറയാമോ. അപ്പോൾ അതെ അനന്തു എന്ന് ഞാൻ 2-3 പ്രാവശ്യം ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹായ് അനന്തു. അപ്പോൾ അതും കൂടി ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ നമുക്ക് ഫിഷിംഗ് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചൂണ്ടയിടേണ്ട സ്ഥലത്ത് എത്താറായേ. ഇത് ഞാൻ പറയണത് നിങ്ങൾക്ക് ശരിക്കും കേൾക്കത്തില്ലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച കാരണം നിങ്ങൾക്ക് ഞാൻ പറയുന്ന പകുതി കാര്യങ്ങൾ മനസ്സിലാവില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു വശം കണ്ടത് ഈ ഒരു ചെറിയ തോട്ടിലാട്ടോ ഞാൻ ചൂണ്ടയിടാൻ പോകുന്നത്. നമുക്കിവിടെ ചൂണ്ടയിടാനായിട്ട് നമുക്കിവിടെ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഞാൻ എവിടെ ഇടണം എന്നാണ് നോക്കണേ. സൈഡിലൊരു കല്ലുണ്ട്, ഇവിടെ ഒരു കല്ലുണ്ട്. എവിടെ ഇട്ടാലാണ് ആദ്യം മീൻ കൊത്തണമെന്ന് ഞാൻ നോക്കണേ. ഇപ്പം ഈ ഒരു വശത്ത് എനിക്ക് തോന്നുന്നത് മീൻ കൊത്തത്തില്ലെന്ന്. ഇപ്പം നമ്മൾ തിരിഞ്ഞാക്കണ ഈ വശത്ത് എനിക്ക് തോന്നുന്നത് അവിടെയാണ് ഞാൻ കുറച്ച് മുമ്പ് കുറേ മീനെ കണ്ടത്. ഒരു പക്ഷേ നമുക്ക് എന്തായാലും അവിടെ ഇട്ട് നോക്കാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കാം മീൻ കുടുങ്ങിയോ എന്ന്. ഇപ്പോൾ നമ്മൾ ചൂണ്ടയിട്ടാക്കുവട്ടെ. ഞാൻ കുറച്ച് മാറി നിൽക്കുക, കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയണ ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കത്തില്ലായിരിക്കുമെന്ന്. ഞാൻ ചൂണ്ടയിട്ടാക്കുന്ന സ്ഥലത്ത് മീൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നേരത്തെ അവിടെ കുറച്ച് മീൻ അതുപോലെ നടക്കുന്നത് കണ്ടതാണ്. പക്ഷെ നമ്മൾ ചൂണ്ടയിടാൻ നേരത്ത് മാത്രം മീൻ കൊത്തൂല, അതാണ് പ്രശ്നം. എന്തായാലും കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം. കുറച്ച് നേരമായിട്ട് നമ്മുടെ ചൂണ്ടയിൽ എന്തോ ഒന്ന് കൊത്തുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് അതൊന്ന് എടുത്തു നോക്കാം, എന്താണെന്ന് നോക്കാം. മീനൊന്നും കുടുങ്ങിയില്ല, അത് വേറെന്തോ തന്നെ കണ്ട് അനങ്ങിയതെന്തോ ചപ്പെന്തോ കയറിയതാണ്. ഇപ്പോഴത്തെ ഞാൻ അതിൻ്റെ അടുത്ത് വന്ന് ആ പാറപ്പൊക്കത്ത് കയറിയിരിക്കും. അത് എൻ്റെ അടുത്ത് തന്നെ ചൂണ്ടയിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ എത്തി നോക്കുന്നത് നിങ്ങൾ കണ്ടോ. മീൻ കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ചൂണ്ടയിൽ ഇത് ഒരു ചെറിയൊരു മീൻ കൊത്തിയിരിക്കുകയാണേ. എൻ്റെ മോനെ ചൂണ്ടയിട്ടിട്ട് 2 മിനിറ്റ് ആയല്ലോ, അന്നേരത്തേക്ക് ഇതേ ഒരു മീൻ കുത്തിയത്. എന്തായാലും സന്തോഷം എനിക്ക്. ഇത് ഒത്തിരി വലുതൊന്നും അല്ല, അന്നേരം ചെറുതാണ്. ഈ മീനിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ വായിലുള്ള ചൂണ്ടക്കൊടുത്ത് ഒന്ന് അയച്ചെടുത്തിട്ട് നേരെ നമുക്ക് ബക്കറ്റിലേക്ക് വിടാം. അതിന് നമ്മുടെ മീനതേ നമ്മൾ വായന ചൂണ്ടക്കൊളുത്തൊക്കെ അയച്ചു മാറ്റിയിട്ട് ചെറിയൊരു ബക്കറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. പുള്ളിപ്പോൾ ഇതിൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് ഇരിക്കുന്നതുണ്ടോ. നിലത്ത് ആടി പിടയ്ക്ക് ഏത് സംഭവത്തെ മേത്ത് ഇടാത്ത മൊത്തം എന്തോ ഒരു വഴുവഴുപ്പ് പോലെയാണ്. എന്തായാലും അത്യാവശ്യം ഒരു വലിയ സൈസുള്ള മീനാട്ടോ. ഇതിന് നമ്മൾ പ്രത്യേകിച്ചോ എന്തായാലും വറക്കാനും കറി വെക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും അതായത് ഒരെണ്ണത്തിനെ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇന്ന് വെറുതെ വിടേണ്ടി വരും. ഇന്നത്തെ എൻ്റെ ഫിഷിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അത്ര സെറ്റപ്പായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ 10 നോലൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞാൽ തമ്പനയിൽ കണ്ടോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട അത്ര ഉള്ളതൊന്നും അല്ല. ഇന്നത്തെ വീഡിയോ എവിടെയും കൊണ്ട് അവസാനിപ്പിക്കാൻ പോകണം. അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.